അറിയുന്നതുപോലെ ഇതിൻ്റെ ഒരു കാലഘട്ടം ജീവിതം പ്രത്യേകിച്ചും ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചിലവഴിച്ചവരാണ്. നമ്മൾ ജമാഅത്ത് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ നേതൃത്വമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഇതറിയാം, ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ഉണ്ടായി അല്ലാതെയും ഒക്കെ തന്നെ ചെയ്തുകൊടുക്കുകയാണ്. പലപ്പോഴും നാട്ടിലുണ്ടാകുന്ന പല വിഷയങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ചും യുവതലമുറ വഴിതെറ്റി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളെയൊക്കെ സംഘടിപ്പിച്ച് അതിനെ നേതൃത്വം തന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ വളരെ മുന്നിലായി ഒരിക്കലും നമുക്ക് സ്മരിക്കാൻ കഴിയും. മനുഷ്യനാണ്, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീടാണ് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ആവശ്യമായിരുന്നു. എല്ലാവരുടെ അനുഭവത്തിന് തെറ്റ് കണ്ടാലും സ്ഥിരമായി തെറ്റ് കാണുന്നത് കണ്ടാലും അത്യാവശ്യം തെറ്റ് കൊടുക്കുന്നതിന് നമുക്ക് പഠിച്ചു നിൽക്കാത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ ചെറുപ്പക്കാരത്ത് പറയാൻ രണ്ടെണ്ണം കൊടുക്കാൻ പറയും. പറയുന്നതെന്ന് പറഞ്ഞാൽ നന്നാവാൻ വേണ്ടിയിട്ടാണ്, ഇത് തിരുത്തുന്നതിന് വേണ്ടി. ഒരുപാട് പ്രശ്നങ്ങളുടെ മുന്നിൽ ചെന്നിടപെട്ട് ഒരുപക്ഷെ കൂടുതൽ കാലം പുള്ളിയുമായിട്ട് ഒരു പ്രായം കുറഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. ഈ നമ്മുടെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉദാഹരണത്തിന് മുൻകാലങ്ങളിൽ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ടുള്ള വലിയ സംഘടനകൾ നടക്കാറുണ്ടായി. ആ ഒരു സമയത്ത് അവസാനമായിട്ട് തുർക്കി മേഖലയിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അതേപോലത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒക്കെ തന്നെ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. പിന്നെ മറ്റ് ആളെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സന്നാഹങ്ങളും രണ്ട് കൂട്ടരുടെയും കയ്യിലുണ്ട്. അതിനിടയിൽ ഞാനുണ്ട്. ഒരുപക്ഷെ അന്ന് അതിൽ പങ്കെടുത്തതിന്റെ പ്രായം കുറഞ്ഞൊരാളിനായി ജമാഅത്തിന്റെ പ്രതിനിധികളുണ്ട്, പുതുക്കുറിച്ചി ജമാഅത്തിന്റെ പ്രതിനിധികളുണ്ട്. എല്ലാ ജമാഅത്തിന്റെ ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടി ആ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും അതിൻ്റെ ഇടയിൽ കയറി നമ്മളൊരു കവചം നിന്ന് അവിടെ നിന്നു. എന്തുകൊണ്ടും ഏതാണ്ട് വലിയ ഡിസ്റ്റൻസിലെ ആളിൻ്റെ അത്രയും ഇവിടെ മുസ്ലിം വിഭാഗങ്ങളിൽ അത്രയും ഭാഗത്ത് ക്രിസ്ത്യാനികളിൽ ഏറ്റുമുട്ടിയായിട്ടുള്ള അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. നമ്മളത് നിയന്ത്രിക്കാനും പറ്റും. പക്ഷേ അതിനോടൊക്കെ അന്ന് ഹസൻ സാറ്, ബഹുമാനായ നമ്മുടെ അബ്ദുൾ റഷീദ്, പിന്നെ കുറേ പേര് നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം അപ്പുറത്തുനിന്ന് സ്റ്റാലിൻ, പിന്നെ അതുപോലെ തന്നെ തുടങ്ങി നമ്മളറിയുന്ന കുറേ പേര് അവരും രംഗത്തുണ്ട്. ഒന്നോ നമ്മളതിന്റെ മധ്യത്തിൽ കയറി നിന്ന് പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും തിരിച്ചു പോയാലോ പറ്റുമെന്ന് പറഞ്ഞ് കർശനമായിട്ട് അതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ചേർത്ത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നാല് ജമാഅത്തുകളുടെയും ഒരു സംയുക്ത വേദി ഉണ്ടാക്കുന്നതിന് മുൻകൈയെടുത്ത ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ നമ്മൾ വളരെ നാടിന് ഗുണകരമായ, അതായത് നമ്മളെ അഖില പെരുമാറുള്ള മുസ്ലിം അസോസിയേഷൻ എന്നുള്ള പേരിലാണ് അതിന്റെ പേര് കൊടുത്ത് പ്രവർത്തിച്ചു വന്നത്. ഏതാണ്ട് 19ഓളം നിർധനരായ കുട്ടികളെ 2-3 വേദികളിലായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും പലരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷെബീർ ഹാജി ഒരുപാട് താല്പര്യപ്പെടുത്തി ഗൾഫിൽ പോയി ഈ 19 പേരെ ഈ പറഞ്ഞ രീതിയിൽ കല്യാണം നടത്തിയേക്കണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ 3 പവന്റെ സ്വർണം എല്ലാവർക്കും ഒരു 75,000 രൂപയിൽ കുറയാണ്. നല്ലൊരു 20 വർഷത്തിനപ്പുറമുള്ള കഥയാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ 19 കല്യാണങ്ങൾ. പിന്നെയും കൂടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ മദ്യപാനശീലവും മദ്യ കച്ചവടവും ഒക്കെ ഉള്ളവർ പലരും ഉണ്ടായിരുന്നു. അതിനെതിരേക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു.
ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ അമർച്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നേതൃത്വം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ആ ഒരു ഊർജത്തോടു കൂടി രംഗത്തിറങ്ങി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതിനെ പറ്റിയ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാവരെയും പിന്നെ ഞാനുമായിട്ട് മിക്കപ്പോഴും ഞാൻ അവിടെ പോകുമായിരുന്നു, ജില്ലയെ വിളിപ്പിക്കും, അങ്ങനെയൊക്കെ പോയിട്ടിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇതേപോലെ തന്നെ എല്ലാം പിടിവാശിയാണ്, ഒത്തിരി പിടിവാശിയൊക്കെ കയ്യിലുണ്ട്. മക്കളൊക്കെ കാര്യങ്ങൾ യോജിച്ച് പോകുന്നതിന് പലപ്പോഴും ഒത്തിരി പിടിവാശിയെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് സുഖമില്ലാതായി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു വല്ലാത്ത കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കരികളെ വിളിച്ചു വരുത്തി. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ഉറപ്പൊക്കെ തിരിച്ചു വന്നു. അതിന് ശേഷവും ഇങ്ങനെ പരസ്പരം കാണാറുണ്ട്. പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയും പ്രത്യേകിച്ചും ഈ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇവിടെ പലർക്കും അറിയാം, അത് ഇവിടെ പലരും പങ്കുവെക്കുന്നതായിരുന്നു. എന്തായിരുന്നാലും നമുക്ക് ആർക്കും തടഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല വരണം എന്ന് പറയുന്നത്. അതിന് നമ്മൾ കീഴ്പ്പെട്ടാലും മാത്രമേ പറ്റുകയുള്ളൂ. ഇത്രയും ഒരു ദീർഘകാലം ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അത് അപൂർവ വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ജമാഅത്തുകളുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ എല്ലാവർക്കും അധികാര സ്ഥാനങ്ങൾ വേണം. അല്ലാതെ കണ്ട് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഗുണവശങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വളരെ അപൂർവം. അവിടെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്കൊക്കെ ഒന്ന് ഓർമ്മിക്കാനും ആ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് നമുക്ക് അദ്ദേഹത്തിന് ഇനി ചെയ്യാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം എല്ലാ പ്രയാസങ്ങളും മാറി ഒരു നല്ല ജീവിതം അദ്ദേഹത്തിൻ്റെ ആ സൽപ്രവർത്തികളുടെ ഫലമായി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ